لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم صل وسلم وبارك على نبينا وحبيبنا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കാൻ ഈ മഹനീയമായ ദിവസത്തിൽ അകലെയാണെങ്കിലും അടുത്തിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് ഒരു നന്മയായി ഇത് സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ക്ലാസ്സിൽ സൂറത്തു നബയിലെ നമ്മൾ 17-ാമത്തെ ആയത്ത് വരെയാണ് എടുത്ത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഏതായിരുന്നാലും ആ ഭാഗം നമുക്കൊന്ന് എല്ലാവർക്കും പാടെ ഒന്ന് ഓതാം. നിങ്ങൾ എൻ്റെ കൂടെ വായിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനാ النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു നബയിലൂടെ പരലോകത്തെ 3 കാര്യങ്ങളെ സത്യപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെ? ഒന്ന്, അള്ളാഹുവിന്റെ റുബൂബിയ്യത്താണ് ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. രണ്ടാമത്, ഇത് പഠിപ്പിച്ചു തരുന്ന നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് കൂടെയുള്ളത്. 3, പരലോകത്തിന്റെ സംഭവ്യതകളെ, അതിന് അള്ളാഹു ദുനിയാവിൽ നമ്മളെ എങ്ങനെ ശ്രദ്ധിക്കണം എന്ന നിലക്കുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ പറഞ്ഞു തന്നു. ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്ക് പോവല്ല, അതൊന്ന് ഓർമ്മപ്പെടുത്തലെന്ന് മാത്രമാണ്. കാരണം 1 മാസം മുമ്പാണല്ലോ നമ്മളിത് പഠിച്ചു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ എത്ര ഓതിയിട്ടുണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ അതൊരു ഓർത്തെടുക്കൽ സാധിക്കും എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. കാരണം എനിക്കും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്നുള്ളത് ഞാനും അങ്ങനെ ഓർക്കുന്നില്ല. എന്തായാലും ഇപ്പൊ മനസ്സിൽ ഓർമ്മ ഉള്ളത് പരലോകം ഉണ്ട് എന്നതിന് ഇവിടെ പരലോകം ഉണ്ട് എന്നതിന് പരലോകത്തെ അള്ളാഹു മഹിശറിനെ കുറിക്കുന്നത് അന്നബ എന്ന വാക്കിലെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് പരലോകം. അന്നബ യാഥാർത്ഥ്യമാണ് എന്നതിനെ 10 പ്രസ്താവനകൾ അള്ളാഹു പറഞ്ഞു. ആ 10 പ്രസ്താവനകളാണ്: 1 ഭൂമി, 2 പർവ്വതം, പിന്നെ നമ്മളെ ഇണകളാക്കി പടച്ചു എന്നുള്ളത്, നമുക്ക് ഉറക്ക്, രാത്രി, പിന്നെ പകല്, 7 ആകാശങ്ങള്, അവിടെ സൂര്യന്, മഴ, പിന്നെ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് സസ്യലതാദികൾ മുളപ്പിക്കുക. അതാണ് 10 പ്രസ്താവനകൾ. കേട്ടോ, മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞു നോക്ക്. അലം നജ്അലിൽ അർള മിഹാദ എന്നുള്ളതിലെ അതാണ് ഭൂമി. 2 ജിബാല് പർവ്വതം എന്നുള്ളത്, പിന്നെ വഖലഖനാകും അസ്വാജ 3, നൗമ് ഉറക്ക് എന്നുള്ളത് 4, രാത്രി എന്നത് 5,
പകൽ എന്നത് 6, 7 ആകാശങ്ങൾ എന്നത് 7, അവിടെയുള്ള പിന്നെ ആ മിൽക്കി വേയിലെ ഏറ്റവും വലിയ ഗ്രഹമായ സൂര്യൻ എന്നുള്ളത് 8, പിന്നെ വെള്ളം ഇറങ്ങുന്നു, മഴ പെയ്യുന്നു എന്നുള്ളത് മഴ 9, അതിലൂടെ മുളച്ചു പൊങ്ങുന്ന വ്യത്യസ്തങ്ങളായ സസ്യ ലതാദികൾ, മരവൃക്ഷങ്ങൾ എല്ലാം അങ്ങനെ. ഇതെല്ലാം ഇത് സത്തും യാഥാർത്ഥ്യമാണോ എങ്കിൽ അതുപോലെ ഒരു യാഥാർത്ഥ്യമാണ് ഏത്, പിന്നെ അതുപോലെ ഒരു യാഥാർത്ഥ്യമാണ് ഒരു മിനിറ്റ് എന്താണ് ഏത് പരലോകം എന്ന് പറയുന്നത്. അത് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത. ഇത് നമ്മൾ വളരെ വിശദമായിട്ടല്ലെങ്കിലും അന്ന് ഞാൻ പറഞ്ഞിരുന്നു. യൗമുൽ ഫസ്ല് എന്താണ്? യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ വേർതിരിവിന്റെ ദിവസം ഒന്ന്, ഒരർത്ഥം കേട്ടോ. വിധി ദിനം എന്നതാണ് മറ്റൊരർത്ഥം. അടുത്ത വാക്ക് യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ തീരുമാനത്തിന്റെ ദിവസം. അപ്പൊ വിധി ദിനം, പിന്നെ പരലോക നാള്, അതേപോലെ പിന്നെ വേർതിരിവിന്റെ തീരുമാനത്തിന്റെ ദിവസം. ഇവിടെ ഈ വേർതിരിവ് എന്ന് പറയുന്നത് ദുനിയാവില് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പൊ നമ്മളെ വീട്ടിൽ നോക്കിയാൽ നല്ലവരും ഉണ്ടാവും, പിന്നെ മുഅ്മിനും ഉണ്ടാവും, മുഅ്മിനല്ലാത്തവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ അധ്വാനിക്കുന്നത് നല്ലവർക്കും മാത്രമാണെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ, എല്ലാവർക്കും കൊടുക്കണം. രണ്ടാമത്തെ ഒരു സംഗതി അതിലുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ ഒരു ഭാഗത്ത് ഒരു 100 ആളെ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടി ഉണ്ട് നോക്കുക. അതില് നല്ലവന് മാത്രമാണ് പ്രവേശനം എന്നൊന്നുമില്ലല്ലോ. നല്ലവനെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലുമില്ല. അപ്പൊ ഹൈറുള്ളവരും ഷർറുള്ളവരും, കാഫിറും മുഅ്മിനും, നല്ലവനും പിന്നെ കെട്ടവനൊക്കെ ഇവിടെ ചേരും. ഇവിടെ അങ്ങനെ ചേർന്നേ കഴിയൂ. പക്ഷേ പരലോക നാളെന്ന് പറയുന്നത് നല്ലവർ ഒരു കൂട്ടം, കെട്ടവര് വേറൊരു കൂട്ടം. നല്ലവരും കെട്ടവരും തമ്മിൽ എന്ത് ചെയ്യൂല, കൂടിച്ചേരൂല. അത് വേർതിരിച്ചെന്നെ അവിടെ നിർത്തുകയാണ്. കാന മീഖാത്ത, അത് സമയം നിശ്ചയിക്കപ്പെട്ടതുപോലെ നടക്കുന്ന. എന്താണ് ഇത്? ഞാൻ സഹോദരങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ സമയം നിശ്ചയിക്കുന്നത് എന്തിനറിയോ? ഏതൊരു പ്രവർത്തനത്തിനും വേഗത വേണോ, നമ്മൾ ഡേറ്റ് ടൈം ഫിക്സ് ചെയ്യണം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അക്കാദമിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളുടെ എക്സാമുകൾ ഇന്ന സമയത്താണ് നടക്കുക എന്ന് പറഞ്ഞിട്ട് അതിന്റെ മാസവും അതിന്റെ ഡേറ്റും അവിടെ കാണും. ക്വാർട്ടർലി ഇപ്പോഴാണ്, ഹാഫ് ഇയർലി ഇപ്പോഴാണ്, ആനുവൽ എക്സാം ഇപ്പോഴാണ്. എന്തിനാണ് എക്സാം പറഞ്ഞുകൊണ്ട് ഇത് നടക്കുന്നത്? നിങ്ങൾ എടുത്തു തീർക്കുന്ന പാഠഭാഗങ്ങൾ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ തീരണം, ഇത്ര വരെ നിങ്ങൾക്ക് ഇന്ന വർക്കുകളുമായി പോകാം, ഇന്ന സമയത്ത് ഇന്നതെല്ലാം, അല്ലെ? ഇപ്പൊ നമ്മളൊരു വീട് പിന്നെ പുര കയറി താമസിക്കാന്ന് വെക്കുക, ഹൗസ് ഫാമിംഗ് നടത്തണം. നമ്മൾ പണിക്കാരോട് പറയുന്നത് എന്താന്നത്, നമുക്ക് ഇന്ന ദിവസം ഇത് താമസാക്കണം, അതുകൊണ്ട് അപ്പോഴത്തെ എല്ലാ വർക്കുകളും തീരണം, നമ്മുടെ എല്ലാ വർക്കുകളും തീരണം എന്ന് നമ്മൾ പറഞ്ഞാൽ, സമയം നിശ്ചയിച്ചാലാണ് ആ വർക്ക് നടക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ സംഗതികളും വളരെ കൃത്യമാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ വേർതിരിവിന്റെ ദിനം എപ്പോഴാ സംഭവിക്കുക അറിയോ? നമ്മൾ പേഴ്സണൽ, നമ്മുടെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് മരിക്കണോ അതിന്റെ തൊട്ടടുത്ത സമയം നമ്മൾ യൗമുൽ ഫസ്ലിലാണ് എത്തുക. കാരണം നമുക്ക് ജനിക്കുന്നതിന് മുമ്പ് 4-ാം മാസത്തിൽ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തീരുമാനിച്ചത് എന്താ? ഒന്നാമത്തത് അല്ലദീ ഖലഖൽ മൗത. നമുക്ക് ആദ്യം മരണത്തിന്റെ ഡെഡ് ലൈൻ നമുക്ക് നിശ്ചയിച്ചു വെച്ചു. എന്നിട്ടാണ് പടച്ചവൻ എന്ത് ചെയ്യുന്നത്? ഹയാത്ത് തരണത്. അപ്പൊ നമുക്ക് പോകാനുള്ള സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ള തീരുമാനങ്ങൾക്ക് കൃത്യമായ ടൈമുണ്ട്. നമുക്ക് നാളെ പരലോകത്ത് വന്നു ചേരാനുള്ള ടൈമും സുനിശ്ചിതമാണ്. എന്നിട്ട് ആ വിളി വരുമ്പോൾ എന്തെല്ലാം ലോകത്ത് സംഭവിക്കുന്നു എന്നത് 2 ആയത്തിലൂടെ പറയുന്നുണ്ട്. ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് സ്വർഗവും നരകവും ഒന്ന് ഭംഗിയായിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ആദ്യം നമ്മൾ നരകത്തെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ആ നരകം പറഞ്ഞു തന്നിട്ട് മാത്രം നിർത്തുന്നില്ല, നരകത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള
കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതും കൂടി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. നമുക്ക് ഭംഗിയായിട്ടൊന്ന് ഓതാം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പടച്ചവൻ തുണക്കട്ടെ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടക്ക് കയറി ചോദിക്കാം. അതിന് പ്രശ്നമല്ല, ചോദിക്കണം. വ്യക്തമാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അള്ളാഹു തുണക്കട്ടെ. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഓതണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ ജസാഅൻ വിഫാഖ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഒന്ന് അവിടെ നിൽക്കണേ, കാരണം ഓതി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് വരാട്ടോ. ഇത്ര എന്തോ ഓത് നമുക്ക്. നിങ്ങൾ എന്റെ കൂടെ വായിക്കണേ. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ ജസാഅൻ വിഫാഖ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഓക്കെ, ഓതുന്നുണ്ടാവും. ഇനി നമുക്ക് അർത്ഥം പറഞ്ഞിട്ട് ഒന്നിച്ച് നമുക്ക് വായിക്കേ ഇൻഷാ അല്ലാ. അപ്പൊ എങ്ങനെയാ തുടങ്ങേണ്ടത്? യൗമ, ആ വാക്കില് 2-3 പുതിയ വാക്കുകളുണ്ട്. പുതിയതല്ലെങ്കിൽ പോലും നഫഹ യൻഫഹു. നഫഹ എന്ന് പറഞ്ഞാൽ ഊതുക എന്നാണ് വാക്കിന്റെ അർത്ഥം. നഫഹ ഊതി, യൻഫഹു ഊതുന്നു, യുൻഫഹു ഊതപ്പെടുന്നു. ഒരു അകർമ്മക ക്രിയയാണ്. യൗമ ദിവസം, യൗമ യുൻഫഹു ഊതപ്പെടുന്ന ആ ദിനം. ഫിസ്സൂരി എവിടെ? സൂർ, സൂറിൽ. സൂറ് എന്ന് പറഞ്ഞാൽ കാഹളം എന്നാണ് വാക്കിന്റെ അർത്ഥം. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ അതിന് അർത്ഥം പറയാറില്ല. എങ്ങനെ അറിയോ? സൂർ എന്ന കാഹളം എന്നാണ്. അങ്ങനല്ല കേട്ടോ. അത് പോസ്റ്റും കാല്, നടു, സെന്റർ, മധ്യം എന്നൊക്കെ പറയണ മാതിരിയുള്ള വാക്കാണ് സൂർ എന്ന് പറഞ്ഞ കാഹളം. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ, സൂർ, പിന്നെ ഈ സൂർ എന്ന കാഹളം എന്ന് പലരും അർത്ഥം പറയണത്. അപ്പൊ കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം. ഫ അപ്പോൾ എത്തൂന, അത്ത വരിക, യഅ്തി വരുന്നു, തഅ്തി നീ വരുന്നു, തഅ്തൂന നിങ്ങൾ വരുന്നു, ഫതഅ്തൂന അപ്പോൾ നിങ്ങൾ വരും, അഫ്വാജൻ ഫൗജുൻ അഫ്വാജുൻ. നമ്മൾ പലവട്ടം പഠിച്ചൊരു വാക്കാണത്. എന്താണ് ഫൗജ്? അഫ്വാജ് എന്ന് പറഞ്ഞ കൂട്ടം കൂട്ടമായി. അപ്പൊ നമ്മൾ എങ്ങനെ അർത്ഥം പറയും? കാഹളം ഊതപ്പെടുന്ന നാളിൽ നിങ്ങൾ കൂട്ടം കൂട്ടമായി പുറപ്പെട്ടു വരും. കിട്ടിയില്ലേ? യൗമ ഒന്നുകൂടെ ചെയ്യുന്ന ദിവസം.
ഒന്നുകൂടി ചുരുക്കി മലയാളം പറഞ്ഞാൽ, കാഹളം ഊതപ്പെടുന്ന നാളിൽ നിങ്ങൾ കൂട്ടം കൂട്ടമായി പുറപ്പെട്ടു വരും. ബയാൻ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആ സമയത്ത് എന്താ അറിയാ അവസ്ഥ? സമാഉൻ ആകാശം, ഫതഹ തുറന്നു, ഫുതിഹ തുറക്കപ്പെട്ടു. വഫുതിഹത്തി സമാഉ ആകാശം തുറക്കപ്പെടും. എന്നിട്ടോ അപ്പോൾ കാനത്ത് അതായിത്തീരും അബ്വാബൻ, ബാബുൻ വാതിൽ, അതിന്റെ ബഹുവചനാണ് അബ്വാബ്, വാതിലുകൾ. ആകാശം തുറക്കപ്പെടും, അപ്പോഴത് നിരവധി കവാടങ്ങളായി തീരും. കിട്ടിയില്ലേ? ആകാശം തുറന്ന് അനേകം വാതിലുകളാക്കുന്ന ദിവസം, അങ്ങനെയും നമുക്ക് മലയാളം പറയാം. ആകാശം തുറക്കപ്പെടും, അപ്പോഴത് നിരവധി കവാടങ്ങളായി തീരും. അല്ലെങ്കിൽ ആകാശം തുറന്ന് അനേകം വാതിലുകളാക്കുന്ന ദിവസം. കിട്ടിയില്ലേ? ഇപ്പൊ രണ്ടായത്ത് പഠിഞ്ഞു കേട്ടോ. ഒന്ന് വായിക്ക്. യൗമ, ഞാനിത് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ. പിന്നെ മൈക്കിൽ ഇവിടെ ശബ്ദം വന്നില്ലെങ്കിലും ഒരു ചെറിയ സൗണ്ട് പോയേ. സൗണ്ട് ഇല്ല. ആയിരിക്കും. സൗണ്ട് കേൾക്കുന്നില്ല. അസ്സലാമലൈക്കും. ഷറഫുദ്ദീൻ മൗലവി മ്യൂട്ടായി പോയെന്ന് തോന്നുന്നു. അസ്സലാമലൈക്കും ഉസ്താദ്, കേൾക്കുന്നില്ല, നോക്കണേ. ഷറഫുദ്ദീൻ മൗലവി നിന്ന് എക്സിറ്റ് ആയി പോയി. എന്തെങ്കിലും റേഞ്ച് കട്ടായതാണോ? അല്ല, റേഞ്ച് എന്താന്ന് എനിക്കും അറിയില്ല, പെട്ടെന്നത് കട്ടായി പോയി. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് അങ്ങോട്ട് കട്ടായതാ, റേഞ്ച് പ്രശ്നമായിരിക്കും. അപ്പോ രണ്ടായത്ത്, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ വസുയ്യിറത്തിൽ ജിബാലു. അപ്പൊ വാക്കിന്റെ അർത്ഥം നോക്കിയില്ലേ? സാറ നടന്നു, സയ്യറ നടത്തി, സുയ്യറ നടത്തപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ ചലിപ്പിക്കുക എന്ന വാക്ക് കൊടുക്കണം കേട്ടോ. വസുയ്യിറത്തിൽ ജിബാലു പർവ്വതങ്ങളെ ഇളക്കി നടത്തപ്പെടുന്ന ദിവസം, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടും. ഫകാനത്ത് അങ്ങനെ അത് ആയിത്തീരും സറാബൻ. സറാബ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം കാനൽ. നിങ്ങൾ കേട്ടില്ല? കാനൽ ജലം, അതല്ലെങ്കിൽ മരീചിക. അതെന്താന്ന് നമുക്ക് പറയാലോ ഇൻഷാ അല്ലാഹ്. അപ്പോ പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടും, അപ്പോഴതൊരു കാനലായി തീരുന്നു. പർവ്വതങ്ങളെ ഇളക്കി അവിടെ മരീചിക പോലെ ആക്കുന്ന ദിവസം. 3 വാക്ക് കേട്ടോ. അടുത്ത വാക്ക് നോക്ക്. ഇന്ന ജഹന്നമ നിശ്ചയമായും നരകം, കാനത്ത് അതായിത്തീരും, മിർസ്വാദൻ എന്താവും? മിർസ്വാദാവും. മിർസ്വാദ് പതിസ്ഥാനം, പതിസ്ഥാനം. നിശ്ചയം നരകം ഒരു പതിസ്ഥലം എത്രേ. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, അക്രമികളുടെ അവസാനത്തെ അഭയകേന്ദ്രമായി നരകം
അവിടെ മറഞ്ഞിരിപ്പുണ്ട്. അതും അങ്ങനെയും നമുക്ക് അർത്ഥം പറയാം. രണ്ടും ഒന്നാണ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, നരകം വാസ്തവത്തിൽ ഒരു പതിസ്ഥലം എത്രേ. ആർക്കുള്ളതാണത്? ലിത്വാഗീന മആബ. ലിത്വാഗീന, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വാക്കുകൾ കൂടി ഇവിടെ ഉണ്ട്. ത്വഗ, ത്വഗ എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം പിന്നെ അതിക്രമം കാണിക്കുക. ത്വഗ തുഗ്യാനുൻ, അക്രമം ആണുള്ള വാക്കിനർത്ഥം. ഇതൊന്നുണ്ടാകുന്ന വാക്കാണ് ത്വഗ. ത്വാഗി എന്ന് പറഞ്ഞാൽ അതിക്രമകാരി, ധിക്കാരി. നിങ്ങൾ ആവശ്യമുള്ള വാക്കുകൾ എഴുതണം കേട്ടോ. ത്വാഗി, ഈ ത്വാഗി എന്ന വാക്കിന്റെ ബഹുവചനമാണ് ത്വാഗൂന, ധിക്കാരികൾ, അക്രമകാരികൾ. ഇനി ലിത്വാഗീന, അക്രമകാരികൾക്കുണ്ട് മആബൻ, ഒരു അഭയ സ്ഥാനം. അപ്പൊ അക്രമകാരികൾക്കുള്ള അഭയ സങ്കേതം എന്ന നിലയിൽ അവർക്ക് നരകം ഇവിടെ ഒരു പതിസ്ഥാനത്തായിട്ടുണ്ട്. നരകം വാസ്തവത്തിൽ ഒരു പതിസ്ഥലമാണ്, ധിക്കാരികൾക്കുള്ള സങ്കേതം എന്ന നിലയിൽ. ലാബിസീന ഫീഹ അഹ്ഖാബ. ലാബിസീന, ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക കേട്ടോ. ലബിസ എന്നായാലോ, സീനായാൽ നമ്മളെ ലിബാസ് എന്നുള്ളതായിട്ടോ. കാരണം നമ്മൾ നേരത്തെ ഇതിന്റെ മുകളിൽ വാക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ ലിബാസൻ ലിബാസ എന്ന് പറഞ്ഞല്ലോ. ആ ലിബാസ് സീനാണ്, വസ്ത്രം എന്നാണ്. ഈ ലിബാസ് ഇവിടെ എന്നറിയാം ലബിസ എന്നാണ്. നാവിന്റെ തലപ്പ് കൊണ്ട് നമ്മൾ പറയണം ലബിസ, താമസിച്ചു, വസിച്ചു. ലബിസ ലാബിസുൻ, വസിക്കുന്നവൻ. അതിന്റെ ബഹുവചനാണ് ലാബിസൂന, വസിക്കുന്നവർ. ഇനി ആ വാക്കിന് നമ്മൾ ലിത്വാഗീന എന്ന് വന്നപ്പോ അതിലേക്ക് ചേർക്കാണ്. അപ്പൊ എന്തായി? ലാബിസീന ഫീഹ, അവരതിൽ താമസിക്കും. എങ്ങനെ? അഹ്ഖാബൻ, ആ വാക്കുണ്ടാവുന്നത് ശരിക്ക് ഹഖബ എന്നാണ് അക്ഷരം. ഹഖബ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾ എന്നാണ്. ഹഖബ് കാലം, അഹ്ഖാബ് കാലങ്ങൾ. അപ്പൊ യുഗാന്തരങ്ങൾ അവരതിൽ വസിക്കുന്നതാകുന്നു. അന്നത്തെ അവരതിൽ പിന്നെ താമസിക്കുന്ന സമയത്ത് അവരുടെ അവസ്ഥ എന്താണ്? ലാ യദൂഖൂന, എഴുതുന്നവർ എഴുതുക, ദാഖ, രുചിക്കുക, അനുഭവിക്കുക, ആസ്വദിക്കുക. ദാഖ, ഈ വാക്ക് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടെന്നറിയാം? നമുക്ക് അറിയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളൊന്ന് എടുത്തു നോക്കി. ഏതാ വാക്ക്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ആ ദായിഖത്ത് എന്നുള്ള വാക്ക് ഇവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. ദാക്ക, രുചിച്ചു. ദായിഖത്ത് ടേസ്റ്റ്, രുചി, ആസ്വാദനം. ദാക്ക യദൂഖു, യദൂഖൂന, അവർ ആസ്വദിക്കുന്നു. ലാ യദൂഖൂന, അവർ ആസ്വദിക്കുന്നില്ല കേട്ടോ. ലാ യദൂഖൂന ഫീഹ, അവരവിടെ വെച്ച് ആസ്വദിക്കുകയില്ല. ലാ യദൂഖൂന ഫീഹ, അവരവിടെ അനുഭവിക്കൂല, ആസ്വദിക്കൂല. ബർദൻ, ഒരു തണുപ്പോ, വലാ ശറാബൻ, എന്തോ. ഷറാബ് എന്ന് പറഞ്ഞാല് പാനീയം. ഷറാബ്, സിറപ്പ് എന്നുള്ളത് നമ്മൾ പറയുന്ന വാക്കുണ്ടല്ലോ. ആ സിറപ്പ് ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ വലാ ശറാബൻ, ഒരു സിറപ്പ്, ഒരു പാനീയമോ ഒരു കുളിരോ അവരവിടെ ആസ്വദിക്കുകയില്ല. പിന്നെന്താണ് അവർക്ക് കൊടുക്കുക? ഇല്ല ഹമീമൻ വഗസ്സാക്കൻ. ഹമീം, ഹമീം എന്ന് പറഞ്ഞ നേരെ അർത്ഥം ചുട്ട് പഴുത്ത് തിളച്ച് മറിയുന്ന പാനീയത്തിനാണ് അറബിയിൽ ഹമീം എന്ന് പറയുക. തിളച്ച വെള്ളം. വഗസ്സാക്കൻ, ജീർണിച്ച ജലം. ദുർനീര് എന്ന് പറയും വസാക്കിന്.
കേൾക്കുന്നില്ലേ? വെള്ളവും ദുർനീരുമല്ലാതെ അവർക്ക് മറ്റൊന്നും അവിടെ ലഭിക്കില്ല. ജസാഅൻ, അതെന്തിനാ കൊടുക്കുന്നറിയാമോ? ഒരു പ്രതിഫലം എന്ന നിലയിലാണ്, കൂലി എന്ന നിലയിലാണ്. എങ്ങനത്തെ കൂലിയാണ്? വിഫാഖൻ, വഫ്ക് അല്ലെ? വഫ്ക് എന്ന് പറഞ്ഞാൽ യോജിച്ചത് എന്ന്. വിഫാഖ് ആ വാക്കിലേക്ക് ചേർക്കാണ്. ജസാഅൻ വിഫാഖൻ, ഉചിതമായ പ്രതിഫലമാണ്, ഒത്ത കൂലിയാണ്. അവരുടെ കർമ്മങ്ങൾക്ക് ഉചിതമായ പ്രതിഫലമാകുന്നു അത്. ഇന്നഹും, എന്താണ് അവർക്ക് അത് കിട്ടാനുള്ള കാരണം? ഇന്നഹും, നിശ്ചയമായും അവര്, കാനു, അവരായിരുന്നു, ലായർജൂന, അവര് പ്രതീക്ഷിച്ചിരുന്നില്ല. റജ എന്ന് പറഞ്ഞാൽ, റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. റജ, യർജു, റജ ഉൻ, പ്രതീക്ഷ. ആ വാക്കെന്താണ്? ലായർജൂന, അവര് പ്രതീക്ഷിച്ചിരുന്നില്ല, അവർക്ക് വിചാരമേ ഉണ്ടായിരുന്നില്ല. ഹിസാബൻ, ഒരു കണക്കെടുപ്പിനെ കുറിച്ച്, അവര് വിചാരണയെക്കുറിച്ച് വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. അടുത്ത പേജ് ഒന്ന് മാറ്റണം. വിചാരണയെക്കുറിച്ച് വിചാരമില്ലാത്തവരായിരുന്നുവല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഉസ്താദ്, ഇല്ല ഹമീമൻ വാസാക്ക ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാവോ? നീതി ദിനം സുനിർണിതമാകുന്നു. അർത്ഥം വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കാം. തീരുമാനത്തിന്റെ ദിവസം തീർച്ചയായും സുനിശ്ചിതമാകുന്നു. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ, കാഹളത്തിൽ ഊതുകയും നിങ്ങൾ കൂട്ടം കൂട്ടമായി വന്നെത്തുകയും ചെയ്യുന്ന ദിവസം. കാഹളം ഊതപ്പെടുന്ന നാളിൽ നിങ്ങൾ കൂട്ടം കൂട്ടമായി പുറപ്പെട്ടു വരും. വഫുതിഹത്തിസ് സമാഉ ഫകാനത്ത് അബ്വാബ, ആകാശം തുറക്കപ്പെടും, അപ്പോഴത് നിരവധി കവാടങ്ങളായി തീരും. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബ, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടും, അപ്പോഴത് ഒരു കാനലായി തീരുകയും ചെയ്യും. പിന്നെ ഒരു കാനൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാനൽ, ഞാനതെല്ലാം പറഞ്ഞു തരും ഇൻഷാ അല്ലാ. ഓക്കെ, അർത്ഥം പറഞ്ഞു തരുന്നുള്ളൂ. ഇതിന്റെയൊക്കെ ഓരോ വാക്കിലേക്ക് നമ്മൾ തിരിച്ചു വരും കേട്ടോ ഇൻഷാ അല്ലാ. ഞാൻ അവിടെ അത് വിശദീകരിക്കാതിരുന്നത് എന്താന്ന് ചോദിച്ചാല്, പിന്നെ നമ്മളെ ബയാൻ തന്നെ പോകുള്ളൂ, അപ്പുറത്തെ വാക്ക് കിട്ടൂല. പിന്നെ നമ്മൾ അടുത്ത മാസേ കൂടുള്ളൂ, അതുകൊണ്ടാണ് അത് നിർത്തിയത്. ഇൻഷാ അല്ലാ തിരിച്ചു വരാം. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബ ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ലിത്വാഗീന മആബ. രണ്ട് വാക്കും പാടെ നമ്മൾ ചേർത്തി അർത്ഥം പറയുമ്പോഴാണ് അക്രമികളുടെ അവസാനത്തെ അഭയകേന്ദ്രമായി നരകം അവിടെ മറഞ്ഞിരിപ്പുണ്ട്. ഒറ്റയ്ക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നരകം വാസ്തവത്തിൽ ഒരു പതിസ്ഥാനമാകുന്നു, ധിക്കാരികൾക്കുള്ള സങ്കേത സ്ഥലമായിക്കൊണ്ട്. ഓക്കെ, ലാബിസീന ഫീഹാ ഹഖാബ, അവരതിൽ യുഗാന്തരങ്ങൾ വസിക്കുന്നവരാകുന്നു, യുഗങ്ങളോളം അവരതിൽ താമസിക്കും. പിന്നെ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, ഇത്തിരി തണുപ്പോ അല്പം കുടിവെള്ളമോ അവർക്കവിടെ നുണയാൻ കിട്ടുകയില്ല. കുളിരോ പാനീയമോ അവരതിൽ ആസ്വദി റേഞ്ച് പോകുന്നുണ്ടോ പോലെ? അതൊന്നും കേൾക്കണില്ല. ഇടക്ക് റേഞ്ചിൽ നിന്ന് മൗലവി പോകുന്നുണ്ടെന്ന്, റേഞ്ച് കട്ടാവുന്നതാണ് മൗലവി.
ഇന്നഹും കാനൂ അസ്സലാമലൈക്കും. കേൾക്കുന്നില്ല ഉസ്താദ്. സർഫുദ്ദീൻ മൗലവി ഇടക്ക് റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. റേഞ്ച് ഉള്ളിടത്തേക്ക് തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് നിൽക്കുക. ഉസ്താദേ, റേഞ്ച് കട്ടായി പോകുന്നുണ്ടോ മൗലവി? ആണല്ലേ, ഒന്നും കൂടി ഒന്ന് ക്ലിയർ നോക്കി. ആണല്ലേ, ഇപ്പൊ ഇപ്പൊ ഓഫാണ്, മറ്റേ സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കാണ്. അപ്പൊ അതൊന്ന് ഓൺ ചെയ്തിട്ട് ഇടക്ക് കട്ടായി പോകണ്ട, ഇടക്ക് ഓക്കെ. ഹലോ. യെസ് ഉസ്താദേ. കേൾക്കാം. എന്റെ മൊബൈലിൽ എന്തോ പ്രശ്നം എനിക്കും അറിയണില്ല. പിന്നെ അപ്പൊ ഇൻഷാ അള്ളാ ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല അല്ലെ? ഇവിടെ 2 തരം ഊത്ത് ഒരു തകർച്ച ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് നമ്മൾ സൂറത്ത് നാസിആത്തിൽ പഠിച്ച ചില വാക്കുകളുണ്ട്. ഞാൻ അതിങ്ങനെ ഓതിത്തരാം. നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എടുക്കുക കേട്ടോ. കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് സൂറത്ത് നാസിആത്ത് എടുക്കുക. അവിടെ കാണാം യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ. ആദ്യത്തെ ഊത്ത് ആ വിറകൊള്ളിൽ ഇങ്ങോട്ട് വരുന്ന സമയം, പിന്നീട് വരുന്നത് അതിന്റെ കൂടെ വരുന്നതാണ്. ഒന്നാമത്തെ ഊത്തിൽ ഇത് ഖുർആനിൽ ഒരുപാട് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലുണ്ട്, യാസീനിലുണ്ട്, സുമറിലുണ്ട്. അവിടൊക്കെ നോക്കിയാൽ ഇത് കാണും. ഒന്നാമത്തെ ഊത്തോടു കൂടെ ഇന്ന് ഈ കാണുന്ന ഭൂമിയുടെ അവസ്ഥ എല്ലാം മാറിപ്പോകും. എല്ലാം മാറിപ്പോയിട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ, നമ്മൾ പണ്ട് പഠിച്ച ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതെന്താണ്? പരസ്പരമുള്ള ഈ ആകർഷണത്തിനാണ് ബലം കിട്ടുന്നത്, അതിന് കനം കിട്ടുന്നത്. ആ കനത്തെ, ആ ബലത്തെ അള്ളാഹു എടുത്തു കളയുന്നതോടുകൂടെ ആ വസ്തുക്കളൊക്കെ എന്തായി പോകും? അതിന്റെ ഭാരം കുറഞ്ഞാൽ ഒരു അപ്പൂപ്പൻ താടി പാറിപ്പോകുന്നത് പോലെ ഈ മലകളിൽ ഇങ്ങനെ പാറി പാറി നടക്കുന്നതാണ്. ആ മല നിൽക്കുന്ന സ്ഥലം നമ്മൾ നോക്കിയാല് ഈ കുന്നും ചെരിവും അല്ലെങ്കിൽ താഴ്ന്ന സ്ഥലങ്ങളൊന്നുമില്ല. അതൊക്കെ പാറി എല്ലാം നിരന്നു പോയി. എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എഴുതി തീർത്ത കടലാസ് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അതിങ്ങോട്ട് തകർത്ത് കളയുന്നത് പോലെ ഈ മണ്ണിനെ നമ്മൾ ഒന്ന് തകർക്കും. പിന്നെ ഒരു ഭാഗത്ത് ആ ഇൻഷിഖാക്കിൽ പറഞ്ഞ കേൾക്കുന്നില്ലേ, വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്ത്. ഭൂമി പരത്തപ്പെട്ട് കളയുന്ന, അതാണ് ഒന്നാമത്തെ ഊത്ത്. ഇനി രണ്ടാമത്തെ ഊത്തോടു കൂടെ എന്താവുന്നറിയോ? ഈ മണ്ണിൽ എന്തെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്യും? പുറമേക്ക് വരും. അങ്ങനെ പുറമേക്ക് വരുന്ന ആ രംഗത്തെ കുറിച്ചാണ് ഫതഗ്തൂന അഫ്വാജ എന്ന് പറഞ്ഞത്. നമ്മൾ അപ്പൊ പുറത്തു വരിക വെച്ചാല് എന്താണ്? കൂട്ടം കൂട്ടമായിട്ട് എങ്ങനെ പുറത്തു വരിക?
നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? പിന്നെ 1 ഇഞ്ച് മണ്ണിൽ ഒരു പക്ഷേ 100 കണക്കിന് ആളുകളെ മറവ് ചെയ്തിട്ടുണ്ടാവും. ആയിരക്കണക്കിന് തലമുറകൾ കഴിഞ്ഞു പോകുമ്പോ ഇന്ന് നമ്മൾ വസിക്കുന്ന ഈ നാടായിക്കൊള്ളണമെന്നില്ല. പിന്നെ നാളത്തെ ഇതിന്റെ പരിതസ്ഥിതി ഒരു തകർച്ച വരുന്നതോടുകൂടെ ഈ മനുഷ്യന്മാര് മുഴുവനും അതിലാണ് തകർന്നടിയാണ്. പിന്നെ അതിൽ വേറെ ജനവാസം വരികയാണ്. പള്ളിത്തൊടിയൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 50 കൊല്ലം കഴിയുമ്പോഴേക്ക് വീണ്ടും വീണ്ടും അവിടെ ആര് വരണ? പിന്നെ വീണ്ടും വീണ്ടും അവിടെ കബറുകൾ വരണു. അങ്ങനെ ഒരു 10 നൂറ്റാണ്ട് കാലം ഒരു സഹസ്രാബ്ദം പള്ളിത്തൊടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര മനുഷ്യന്മാരെ മറവ് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ 1 ഇഞ്ച് മണ്ണിൽ തന്നെ ഒരു 100,000 പേരുണ്ടാവും. ആ ആളുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഈ എന്താണ് ഒരു തന്നെ നല്ല മഴക്കാലത്ത് പാറ്റകൾ പൊടിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഈ കിടക്കണ മണ്ണിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരും. അതിനാണ് സൂറത്ത് അംബിയായിൽ വാൽക്കുറ്റി നശിക്കില്ല എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ആയത്ത് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ? ആ വാൽക്കുറ്റി നശിക്കാതെ നമ്മുടെ ഈ മണ്ണിൽ കിടക്കും. അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരും. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഉപരിലോകത്വങ്ങളും തടസ്സങ്ങളും അവിടെ പിന്നുണ്ടാവില്ല. ഇന്ന് നമ്മൾക്ക് ഒരുപാട് ആകാശം എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് വരുന്ന ഒരുപാട് സംഗതികളെ എന്ത് ചെയ്യുന്നുണ്ട്? തടയപ്പെടുന്നുണ്ട്. അതൊന്നും മണ്ണിലേക്ക് വരുന്നില്ല. അപ്പൊ ഇക്കാണുന്ന ആകാശമല്ല നാളെ നമ്മൾ കാണുക എന്നാണ് ഈ പറഞ്ഞത്. അതിന് ഖുർആൻ പറഞ്ഞെന്തറിയോ? ഈ എന്താണ് കുശിത്വത്ത് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. കുശിത്തത്ത് എന്നാണ് ആ വാക്ക്. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇപ്പൊ നോക്കി പറഞ്ഞുതരാം. ഖുർആൻ കയ്യിലുണ്ട്. ഏതാണെന്നറിയോ? സൂറത്ത് പിന്നെ ഇതസമാൻപത്തല്ല, സൂറത്ത് തെക്വീറിൽ കാണും. കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ച് നോക്കണം. 586 പേജിൽ കാണും. വൈദൽ വുഹൂശു ഹുശിറത്ത് വൈദൽ ബിഹാറു സുജ്ജിറത്ത് ഇദശംസു കുബിറത്തും തുടങ്ങിയിട്ടോ. വൈദൻ നുഫൂസ് സുവ്വിജത്ത് വൈദൽ മൗഊദത്ത് സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്ത് വഇദസ്സുഹുഫു നുശിറത്ത് വഇദസ്സമാഉ കുശിതത്ത്. കണ്ടില്ലേ? അന്ന് ആകാശം കുശിത്തത്ത് എന്നാണ്, മറ നീക്കി കാണിച്ചേരുന്നാണ്. ഈ മറ നീക്കി കാണിക്കുക എന്നുള്ളതിന് ഈ അറബി വാക്ക് ഏതിനാ ഉപയോഗിക്കാന്നറിയോ? ആടിനെ തൊലി പൊളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചില ആളുകൾക്കൊക്കെ അറിയും. നമ്മളെ മാടുകളെ തൊലി പൊളിക്കുന്നത് പോലെ ആടിനെ തൊലി പൊളിക്കുക. ആടിന്റെ തൊലി ഇങ്ങനെ ഉരിച്ചാണ് എടുക്കുക. അതിനെ തല കീഴാക്കി ഇങ്ങനെ നിർത്തിയിട്ട് അതിന്റെ കഴുത്തുനിന്ന് ഇങ്ങനെ ഊരി ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോ ഈ മാംസത്തിലെ ഒരു പൊട്ടുപോലും ആ തൊലിയിൽ ഉണ്ടാവില്ല. ഇങ്ങനെ ഊരി ഇങ്ങോട്ട് എടുക്കും. നമ്മൾ ഈ പാമ്പിന്റെ പിന്നെ അതിന്റെ തൊലിപ്പുറം, അതിന്റെ തൊലിപ്പുറത്തിന് എന്ത് വാക്കാണ് നിങ്ങൾ എറണാകുളത്തേര് പറയാന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ പാമ്പ് അതിന്റെ ആ തൊലിന്ന് ഇങ്ങോട്ട് ഊരി വരൂലേ, എന്നതുപോലെ അങ്ങോട്ട് ഊരിയെടുക്കുന്നതാണ്, ഒരു പൊട്ടില്ലാതെ. അതിനെയാണ് എന്ത് പറയുന്നറിയോ? ഇവിടെ ആകാശത്തെ തൊലിയുരിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ മേലോട്ട് നോക്കിയാൽ ഇപ്പോൾ കാണുന്ന ആകാശമല്ല അവിടെ കാണുക. അവിടെ നിന്ന് പല സംഗതികളും താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. നാനാഭാഗത്തു നിന്നും ആകാശ വിപത്തുകൾ പൊട്ടി വീണുകൊണ്ടിരിക്കും. അപ്പോൾ അവയുടെ ആഗമനാർത്ഥം സകല കവാടങ്ങളും തുറന്നിട്ടിരിക്കുകയാണ് എന്നതാണ്. അതിനെ തടയുന്നതായി ഒരടഞ്ഞു കിടപ്പുള്ള ഒരു അടപ്പും അവിടെ നമുക്കില്ല എന്നും തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ് അപ്പൊ നമ്മൾ മേലോട്ട് നോക്കിയാൽ ഉണ്ടാകുക. ഇനി താഴോട്ട് നോക്കിയാൽ നിങ്ങൾ നോക്കി, മലകൾ നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ പിന്നെ നോക്കുമ്പോ എന്തറിയോ? മല ആ സ്ഥാനത്ത് നിന്നൊക്കെ ഇളകി ഇങ്ങനെ പാറി പറക്കുന്നുണ്ടാവും. അതിങ്ങനെ പൊടിയായിട്ട് ചെതറി പോവുകയാണ്. ആ സമയത്ത് നമ്മൾ അവിടെ പിന്നെ കാണുന്ന സ്ഥലം തരിശായി കിടക്കണ മണ്ണാണ്. അതിനെയാണ് സൂറത്ത്
വയ്ക്കുന്നുണ്ടല്ലോ ഈ പർവ്വതങ്ങളൊക്കെ അന്നാളിൽ എവിടേക്ക് പോകുമെന്ന്, അത് പൊടിയാക്കി പറത്തിക്കളഞ്ഞ് ഭൂമിയെ നിരന്ന മൈതാനമാക്കും എന്ന് പറഞ്ഞ ആ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സൂറത്ത് ത്വാഹയിലെ 105 മുതൽ 107 വരെയുള്ള ആയത്തുകൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ ആയത്തുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത് പിന്നെ ഇന്ന സൂറത്തില് പിന്നെ ഇന്നടത്തുണ്ട് എന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ ഖുർആനുമായി നമുക്കൊരു ചെറിയ ടച്ച് കൂടി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൂറത്ത് ത്വാഹയിലെ 105 ആയത്തെടുക്കുക, 319 പേജിൽ എടുക്കുക, 319 പേജ്. ആ 319 പേജിൽ നിങ്ങൾ കണ്ടല്ലോ, വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബീ നസ്ഫാ വയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജം വലാ അംതാ യൗമയിദിൻ യത്തബിആ. എന്തൊരു പ്രധാനപ്പെട്ട ആയത്താണെന്നറിയോ മോനെ? കഴിയുമെങ്കിൽ അതിന്റെ അർത്ഥം കൂടിയുള്ള ഒരു ഭാഗം ഒന്ന് എടുത്ത് കാണിക്ക്. ഞാൻ അർത്ഥം ഇങ്ങനെ പറഞ്ഞുതരാം, അവിടെ ഇങ്ങനെ നോക്കിയാലേ. വയസ്സലൂനക അനിൽ ജിബാൽ, അവര് പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. ഫഖുൽ, അപ്പോൾ നിങ്ങൾ പറയുക പ്രവാചകരെ, യൻസിഫുഹാ റബ്ബീ നസ്ഫാ, എന്റെ റബ്ബ് അതിനെന്ത് ചെയ്യുന്നറിയോ? പർവ്വതങ്ങളെ പൊടി പൊടിയാക്കി കളഞ്ഞ് പറത്തിക്കളയും. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ. ഖാഅത്ത് എന്ന അറബിയിൽ എന്തിനാ പറയാ അറിയോ? ഖാ എന്ന് പറഞ്ഞ ഹാളിനാണ് പറയാ. നമ്മള് വലിയ ഓഡിറ്റോറിയത്തിനാണ് അറബിയിൽ ഖാ എന്ന് പറയാ. ഖാഅൻ സഫ്സഫാ, അങ്ങനെ സഫ് സഫായി നിൽക്കുന്ന നിരന്ന ഒരു മൈതാനമായിട്ടത് മാറും. ലാ തറാ ഫീഹാ ഇവജം വലാ അംതാ, അതിൽ ഒരു കുഴിയോ കുന്നുകളോ ഒന്നും നിനക്ക് കാണുകയില്ല. അന്നോ ഫയൗമയിദിൻ, അന്നത്തെ ദിവസം, യത്തബിഊന ദാഇയ ലാ ഇവജ ലഹു, ആരാണോ വിളിക്കുന്നത് ആ വിളിച്ച് പറയുന്നവന്റെ കൂടെ യാതൊരുവിധ വക്രതയുമില്ലാതെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, പരമദയാലുവായ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും കീഴൊതുങ്ങുകയാണ്. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, ഒരു ഞരക്കമല്ലാതെ മറ്റൊന്നും നിനക്ക് അവിടെ കാണാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണ് കാനൽ ജലം എന്നാണ്. ഈ കാനൽ ജലം എന്ന് വെച്ചാല് പിന്നെ മരീചിക നിങ്ങൾ കേട്ടിട്ടില്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരും. ഒരു നട്ടുച്ച സമയത്ത് നമ്മൾ നമ്മുടെ കാറിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ മെയിൻ റോഡിൽ ഇങ്ങനെ നോക്കിയാൽ കുറെ അകലെയായിട്ട് ഒരു നീരാവി ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ നിൽക്കും. അത് നമ്മൾ ദൂരത്തുനിന്ന് നോക്കിയാൽ വെള്ളമാണെന്ന് തോന്നും. നമ്മൾ അടുത്തേക്ക് വരും തോറും ആ വെള്ളം ഇങ്ങനെ നീങ്ങി പോകുന്നത് പോലെയുള്ള ഒരു ഇതിനാണ് കാനല് എന്ന് പറയാ. കാനൽ ജലം അതാണ് കേട്ടോ, മരീചിക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇനി അവിടെ ഒരു സംശയമില്ലല്ലോ അല്ലേ? അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോകണം. കാരണം അപ്പോഴാണ് പടച്ചോനെ 11 മണിയായില്ലേ. എത്രത്തോളം ഞാനിപ്പോഴും വാച്ചിൽ നോക്കണത്. ഇന്ന ജഹന്നം, പിന്നെ 10 മിനിറ്റ് വൈകിട്ടാട്ടോ തുടങ്ങിയിട്ടുള്ളത്. ആ സമയം ഇതിലേക്ക് വരണേ. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ. എന്തിനാണ് നമ്മൾ പതിസ്ഥാനം എന്ന് പറയുക? ഇരകളെ കുടുക്കുന്നതിന് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ പതിസ്ഥലം എന്ന് പറയാ. ഇരകൾ ഓർക്കാതെ അതിൽ വന്നെത്തുകയും പെട്ടെന്ന് കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഇവിടെ നരകത്തെയാണ് ഈ പദം കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് അള്ളാഹുവിന്റെ ഈ സാമ്രാജ്യം, പടച്ചോന്റെ ഈ ലോകം എനിക്കൊരു തുറന്ന സങ്കേതമാണ്. ഇവിടെ ആരുടെയും ശിക്ഷ എനിക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് ഈ ലോകത്ത് നിർഭയനായി
കൂത്താടി നടക്കുകയാണ് ശരിക്ക് ത്വാഈൻ എന്ന് പറയുന്ന ആളുകള്, അല്ലെ? ആ ത്വാഈൻ, ആ ധിക്കാരികൾക്ക് അള്ളാഹു നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത്തരം മനുഷ്യർക്ക് വേണ്ടി ഒരു മറഞ്ഞു കിടക്കുന്ന പതിസ്ഥലമാണത്. ആകസ്മികമായി ആ മനുഷ്യൻ ആ വലയിൽ ചെന്ന് വീഴുകയും അതിൽ തന്നെ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ്. ആ നിലക്കാണ് ഇവിടെ പതിസ്ഥലം എന്ന് പറയാം. ഇനി പതിസ്ഥലത്തിന് വേറെ ഒരർത്ഥം കൂടിയുണ്ട്. എത്രത്തോളം സമയമുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്ക്, പണ്ട് കാലത്ത് ഈ എന്താണെന്ന് പറയാ, ഈ വിളക്കുമാടം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. പിന്നെ ഈ വലിയ വലിയ കൃഷിത്തോട്ടങ്ങളില് പാടത്തൊക്കെ ഒരു വലിയ ടെന്റ്, ഒരു ചെറിയ കുടില് കെട്ടിയിട്ട് അതിന്റെ മുകളില് ആളുകൾ ഇങ്ങനെ വിളക്കുമാടം, എന്നിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നറിയോ, ഇവന്റെ കൃഷിസ്ഥലം മുഴുവൻ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അവിടേക്ക് ഈ ഇതിനെ കൃഷി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ജന്തുക്കൾക്ക്, മൃഗങ്ങൾക്ക് ഈ കൂട്ടിലിരിക്കുന്ന ആളെ കാണാൻ കഴിയില്ല, അയാൾക്കാവട്ടെ എല്ലാവരെയും കാണാൻ കഴിയും. എന്നിട്ട് ഒരൊറ്റ അറ്റാക്കില് എല്ലാരെയും പിടിക്കുന്ന വിധത്തിലാണ് ഇതിൽ ആക്രമണം ഉണ്ടാവുക. അല്ലാതെ ഒരു ജന്തു ഇങ്ങനെ തൊടിക്ക് കയറുമ്പോഴേക്കന്നെ അതിനെ അറ്റാക്ക് ചെയ്തിട്ട് ഓടിപ്പിക്കൂല, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കൂല. കൂട്ടമായിട്ടുണ്ട് കയറി വരുന്നതോടുകൂടെ ആ ശത്രു അറിയാത്ത വിധത്തിൽ അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ നശിപ്പിച്ച് കളയും. എന്നതുപോലെ നമ്മൾ അറിയാതെ നമുക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത്, മിർസാദ് എന്നിവിടെ പറയുന്നത്. അതാണ് ത്വാഗീങ്ങൾക്ക് വേണ്ടിയുള്ളത്. അവരതിൽ യുഗങ്ങളോളം താമസിക്കുകയാണ്. എന്താണ് യുഗങ്ങളോളം എന്ന് പറയണത്? ഇവിടെ ഈ ആയത്തിന് രണ്ട് നിലക്ക് വിശദീകരണം കൊടുത്ത ആളുകളുണ്ട് കേട്ടോ. ഒന്ന്, സ്വർഗം പറഞ്ഞിടത്തും നരകം പറഞ്ഞിടത്തും ഈ ഹുലൂദ്, ഖാലിദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെന്നും ശാശ്വതവാന്മാര്, അബദൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ യുഗങ്ങളോളം എന്ന് പറയുന്നത് എന്തിനറിയോ? ഒരു പക്ഷേ നമ്മുടെ ഈമാൻ ശരിയാണെങ്കിൽ, ഈമാൻ ശരിയായാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്കനുസരിച്ച് അള്ളാഹു ശിക്ഷ തന്ന് നമ്മെ ഒരു പക്ഷേ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ആ തെറ്റുകുറ്റങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നരകത്തിൽ കടക്കാതെ അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ലാബിസീന ഫീഹാ അഹ്ഖാബ. എന്നിട്ട് ആ നരകത്തിന്റെ ഒരു അവസ്ഥ അള്ളാഹു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ കേട്ടോ. ഈ വദൂഖു ഫലൻ നസീദക്കും ഇല്ലാ അദാബ, 30-ാമത്തെ ആയത്ത് വരെ ഈ നരകാണ് പറയണത്. അതിലെത്താനുള്ള കാരണം അതിന്റെ അവസ്ഥയാണ്. പക്ഷേ ലാ യദൂഖൂന ഫീഹാ ബർദും വലാ ശറാബ, അവിടെ എന്താ അറിയോ, അവിടെ ഒരു കുളിര് കിട്ടൂല. ബർദ് പറഞ്ഞ തണുപ്പ്, ഷറാബ് എന്ന് പറഞ്ഞ ഒരു തുള്ളി വെള്ളം. ഒരു വാക്ക് കൂടിയുണ്ട് അറബിയില്, ബർദ് കേട്ടോ. ഇവിടെ ബർദ് എന്നുള്ള വാക്കുണ്ട്, ഉണ്ട്. അറബിയിൽ ബർദ് എന്ന് പറഞ്ഞാൽ ഒരു തൂങ്ങി ഉറക്കം, ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഒരു തളർച്ച പോലും അവിടെ ഉണ്ടാവൂല ആണ് ബർദ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ കഴിയാവുന്നതിലപ്പുറം ഒരു പ്രയാസം വന്നാൽ നമ്മൾ അറിയാതെ നമ്മൾ തളർന്നിട്ട് വീണ് പോകും, ബോധം കെട്ടു പോകും. അങ്ങനെ ബോധക്കേട് വരുന്ന ഒരു സാധനം അവിടെ ഉണ്ടാവില്ല. ശരിക്കും ആ ബോധം കെട്ട് വീഴുന്നത് ഒരു അനുഗ്രഹമാണ്. കാരണം പിന്നെ നടക്കുന്ന ഒരു വേദനയും നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മുടെ ഈ ഉമാ തോമസ് അവിടെ വീണല്ലോ, വീണിട്ട് അവര് പറഞ്ഞല്ലോ, പിന്നെ ഒരു വേദനയും അവർ അറിഞ്ഞതേ ഇല്ല എന്ന് പറഞ്ഞ ഒരു സംബോധനത്തിൽ അവർ പറയുന്നുണ്ട്. വീണോ, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാ. ഞാനത് പറഞ്ഞതല്ല, അവരുടെ പേര് നമ്മൾ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളത് അതവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഞാനത് ഉപയോഗിച്ചത് എന്തിനറിയോ, നമുക്കൊരു അപകടം അങ്ങോട്ട് പറ്റിയാൽ നമ്മുടെ ബോധം നശിച്ചു പോകുന്നത് സത്യത്തിൽ ഒരു അനുഗ്രഹമാണ്. പക്ഷേ അങ്ങനെ ഒരു തളർച്ചയോ ഒരു മയക്കമോ ഒരു ക്ഷീണമോ ഒരു ബോധക്ഷയം പോലും അവിടെ നമുക്ക് വരില്ല എന്നറിയിക്കാനാണ് ബർദ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ഒരു തണുപ്പ് അവിടെ കിട്ടൂല, ഒരു കുളിര് കിട്ടൂല, വലാ ശറാബൻ, ഒരു തുള്ളി വെള്ളം പോലും കിട്ടൂല. എന്തല്ലാതെ ചുട്ടു പഴുത്തതും അതിദുർഗന്ധം വമിക്കുന്നതുമായ ഒരു സാധനം. ഇതിനെ ബയാൻ ചെയ്തെടുത്ത് കാണുന്നത് എങ്ങനെ അറിയാമോ? നമുക്കൊരു തുള്ളി വയറ്റിലേക്ക് എത്തുമ്പോഴേക്ക് കുടല് പോലും കരിഞ്ഞു പോകും. പക്ഷേ അത് നമുക്കൊന്നും അടുത്തേക്ക് കൊണ്ടുപോകുവാൻ പോലും കഴിയാത്ത വിധം
ദുർഗന്ധമായിരിക്കും. അള്ളാഹു ആ ശിക്ഷയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് വെറുതെ കൊടുക്കുന്നതല്ല, അത് അവൻ അനുയോജ്യമായ ഒത്ത അവന് വേണ്ട തന്നെയാണ് അത് കൊടുക്കുന്നത്. കാരണം എന്താ, നമുക്ക് വേഗം നിർത്താൻ, ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്തി തരാം. പിന്നെ ഇന്നഹും കാനുല യർജൂന ഹിസാബ. അടുത്ത ദിവസം ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തന്നെ ഈ പാഠം ഇൻഷാ അല്ലാഹ് തുടങ്ങേണ്ടതും. അവരൊരു വിചാരണയെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. ഒരു കണക്കെടുപ്പ്, നിങ്ങൾ നോക്ക്, ഒരു കണക്കെടുപ്പ്, ഒരു പരീക്ഷ, ചോദിക്കാനും പറയാനും ഒരാളുണ്ടാവുക. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 4 ആള് വരുമ്പോഴാണ് ഒരു വൃത്തി ഉണ്ടാവുക. ഒരാൾ ഇവിടേക്ക് കയറി വരേണ്ടവനാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവുക. എന്തിനാണ് നമ്മൾ ഇൻകം ടാക്സിന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണത്? ഇതിനൊരു കണക്ക് വേറൊരാൾക്ക് കൊടുക്കണം. ഒരു ബില്ല് വരുന്നത് എന്തിനാണ്? എല്ലാം അങ്ങനെ വരുമ്പോ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ട ഉണ്ടാവുക. ഒരു അടുക്കും ചിട്ട ഉണ്ടാവാൻ ഒരു കണക്കെടുപ്പ്, ഒരു വിചാരണ വരും എന്ന ഒരു പ്രതീക്ഷ, ഒരു വിചാരം പോലും ഈ മനുഷ്യന് ഉണ്ടായിപ്പോയില്ല. പ്രിയരെ, നമ്മൾ ഇപ്പോൾ വിശുദ്ധമായ സമയത്താണുള്ളത്. ഓരോ ചെയ്തികളെ കുറിച്ചും ഓരോ സെക്കൻഡുകളെ കുറിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധ്യമാണ് നമ്മളാക്കുന്നത്. അതാണ് ആ ബോധം നമ്മൾ നശിച്ചാൽ പിന്നെ നമ്മൾ വരുന്നവരാണ് ത്വാഗീങ്ങൾ, അതിക്രമകാരികളാവും. അപ്പൊ അക്രമത്തെ പിടിച്ചു നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എന്താണ്? ഞാൻ എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു കണക്കെടുപ്പുണ്ട്, ഒരു വിചാരണ ഉണ്ട്. ഈ വിചാരണയെ ഞാൻ നേരിടേണ്ടവനാണ് എന്ന ബോധ്യം മാത്രമാണ്. ആ ബോധ്യത്തോടു കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ ബോധ്യം നശിച്ചാലാണ് പതിസ്ഥാനത്ത് നരകമുണ്ട് എന്ന ഒരു ഉറപ്പ്, ഒരു ഉണർത്തല് അള്ളാഹു നമുക്ക് തരുന്നത്. ആ നരകം സത്യമാണ്, സ്വർഗം സത്യമാണ് എന്ന നിലക്കാണ് നമ്മുടെ തലയുടെ മുകളിൽ ഇത്രയും പ്രസ്താവനകൾ പറയാൻ പറ്റാവുന്ന വിധം അള്ളാഹു ഒരുപാട് പ്രതിഭാസങ്ങൾ നിർത്തിവെച്ചത്, അല്ലെ? നമ്മുടെ ഭൂമി, അങ്ങനത്തെ 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന ഒരു സൂര്യനെ നമ്മുടെ തലയുടെ മീതെ കാണിച്ചു തന്നിട്ട് പടച്ചോൻ പറഞ്ഞു, ആ സൂര്യൻ ഉണ്ടാക്കിയ പടച്ചോന് ഒരു നരകം ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ലാട്ടോ. അപ്പോ അങ്ങനെ ഒരു കാലം വരാനുണ്ട് എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആയത്തിലൂടെ പഠിക്കാം. അതിമനോഹരമാണ്, വളരെ മനസ്സിൽ കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തു നബഅ എന്ന് പറഞ്ഞാൽ. ഇനി വരുന്ന ഈ 2-3 സൂറത്തുകളൊക്കെ അങ്ങനത്തെ സൂറത്തുകളാണ്. ഇനി നമ്മളൊന്ന് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ വഫുതിഹത്തിസ് സമാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. ഇപ്പോഴും കേൾക്കുന്നില്ല? ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് നിർത്തട്ടോ. എല്ലാരും ഒന്ന് ഓതി തരീം, ഒന്ന് ഉറക്കെ വായിക്കുക എല്ലാരും. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഓതിക്കോളേ. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ. كانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابسين فيها أحقابا لا يذوقون فيها بردا ولا شرابا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا. അപ്പൊ സഹോദരങ്ങളെ, നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് ഈ 4-5 ആയത്തുകളിലൂടെ അള്ളാഹു തരുന്നത്. പരലോകം സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അള്ളാഹ് പറഞ്ഞത് കേട്ടോ. ഉണ്ട് എന്നല്ല പറയണേ. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അത് ഫിക്സഡ് ആയി കഴിഞ്ഞു എന്നാണ്. സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു, അത് ഡേറ്റഡ് ആണ്, ആ ടൈം ഉറപ്പാണ് എന്നിട്ട് പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞുതരാം, അതിന് ഒരുങ്ങിക്കോ. അതുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന മണ്ണും വിണ്ണിന്റെയും കഥ എന്താന്ന് പറഞ്ഞു, നമ്മുടെ അവസ്ഥകളും പറഞ്ഞു തരാണ്. അള്ളാഹു സകലമാന കെടുതികളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തിന്റെ കൊടൂരതകളിൽ നിന്നും ആ ശിക്ഷകളിൽ നിന്നും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തിന് വേണ്ടി കർമ്മങ്ങൾ പരമാവധി ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ